കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്തിനാ ശാലിനി കാണുന്നത്? എന്നോട് ചോദിച്ചിട്ട് സംശയം തീർന്നില്ലേ? ഭർത്താവുമായി ശാലിനിക്ക് എന്താ ബന്ധമൊന്നും? അർജുനേട്ടാ, ഇനിയൊന്നും പറയില്ലേ അർജുനേട്ടാ. കുറ്റബോധത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ. അർജുനേട്ടന്റെ മുന്നിൽ വരാൻ പോലും പറ്റുന്നില്ല എനിക്കിപ്പോ. അതിനുള്ള യോഗ്യതയില്ല. എന്തായി കാണിക്കുന്നത്? എന്താ നിനക്ക് പറ്റിയേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. സത്യത്തിലേക്ക് മടങ്ങി വന്നു ഞാൻ, അത്രേ ഉള്ളൂ. അമ്മയെ ഞാൻ തെറ്റിദ്ധരിക്കുകയായിരുന്നു. എന്റെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിച്ചത് അമ്മയാണെന്ന് കരുതി ഞാൻ എന്തെല്ലാമാ വിളിച്ചു പറഞ്ഞത്. എന്റെ അമ്മയല്ലെന്ന് വരെ പറഞ്ഞില്ലേ. കുടുംബത്തിന് മുന്നിൽ, നാട്ടുകാർക്ക് മുന്നിൽ, ഈ സമൂഹം ഒന്നാകെ ഞാൻ അപമാനിച്ചില്ലേ. നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്നും പറഞ്ഞ് പോലീസിൽ പരാതി വരെ നൽകി. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അമ്മ ഹൃദയം പൊട്ടി മരിക്കാത്തത് ഭാഗ്യം. ഇപ്പൊ എവിടെ നിന്ന് വന്നു ഈ തിരിച്ചറിവ്? അർജുനേട്ടൻ എന്നെ അടിച്ചില്ലേ, അതൊരു വഴിത്തിരിവായി എന്റെ ജീവിതത്തിൽ. പോകെ പോകെ ഇവളെ കാണുന്നത് തന്നെ വെറുപ്പാകും അർജുന്. രണ്ടാളും പരസ്പരം വെറുത്തു കഴിഞ്ഞാൽ അർജുൻ ഡിവോഴ്സിനും രണ്ടാം വിവാഹത്തിനും ഒക്കെ സമ്മതിക്കും. സത്യഭാമയ്ക്കെതിരെ കള്ളക്കേസോ? അപ്പോ അവരല്ലേ പ്രീതിക്ക് കൊടുത്ത പായസത്തിൽ വിഷം ചേർത്തത്? അവരൊന്നും അല്ലടി. പിന്നെ വേറെ ആരാ? വേറൊരാൾ. ഞാൻ ബോധം കെട്ട് കിടക്കുന്നു എന്ന വിശ്വാസത്തില അർജുനേട്ടന്റെ അമ്മ എല്ലാം പറഞ്ഞത്. വാസ്തവത്തിൽ കുറെ നാളായി ബോധം നഷ്ടപ്പെട്ട് എന്തൊക്കെയോ ചെയ്തു കുട്ടി എനിക്ക്. അപ്പോഴാ ബോധം വന്ന്. നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് സത്യാമ്മ അല്ലാന്ന് എനിക്ക് മുന്നേ അറിയാമായിരുന്നു. സത്യാമ്മയാണ് കുറ്റവാളിയെന്ന് എൻ്റെ അമ്മ എല്ലാവർക്കും മുന്നിൽ നടിക്കുകയായിരുന്നു. സത്യാമ്മയല്ല പായസത്തിൽ വിഷം കലർത്തിയെന്ന് എൻ്റെ അമ്മയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ പിന്നെ അതാരാ ചെയ്തത്? സുസ്മിത. സുസ്മിത തന്നെയല്ലേ? അതെ, അവളത് അർജുനേട്ടന്റെ അമ്മയോട് തുറന്നു പറഞ്ഞു. ഞാനത് നേരത്തെ ഊഹിച്ചിരുന്നു പ്രതി. നമ്മുടെ കുഞ്ഞിനെ കൊന്നത് സ്റ്റേഷനിൽ അന്ന് ഹാജരായിരിക്കുന്നവരിൽ ഒരാളാണെന്ന് ശാലിനി പറഞ്ഞത് വെറുതെ അല്ല. എല്ലാ തെളിവുകളോടെയും അവളെ നിയമത്തിന് കൈമാറുന്നല്ലേ ശാലിനി പറഞ്ഞത്. പിന്നീടുള്ള കാര്യം ഞാൻ ഏറ്റു പ്രതി. പരമാവധി ശിക്ഷ തന്നെ അവൾക്ക് ഉറപ്പാക്കും. അല്ലെങ്കിൽ എന്റെ വക്കീൽ കുപ്പായം ഊരി വയ്ക്കും ഞാൻ. അത്രയും കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല അർജുനേട്ട. അവൾക്കുള്ള ശിക്ഷ നടപ്പാക്കുന്നത് ഞാനായിരിക്കും. ഈ കൈകളുണ്ട്. അർജുനേട്ടൻ അറിയില്ല ഞാനന്ന് അനുഭവിച്ച പ്രാണവേദന. ജീവനറ്റ് പോകുമ്പോ നമ്മുടെ കുഞ്ഞ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അവസാന ഹൃദയത്തുടിപ്പ് നിലയ്ക്കും വരെ പ്രാണന് വേണ്ടി പെടഞ്ഞ് ആരും കേൾക്കാതെ നിലവിളിച്ചിട്ടുണ്ടാവില്ലേ. ആരെങ്കിലും അതിന് കണക്ക് ചോദിക്കണ്ടേ അർജുനേട്ട? അതവന്റെ അമ്മ തന്നെ ആവുന്നതാ നല്ലത്. ഞങ്ങൾക്കിടയിലുള്ള പൊക്കിൾക്കൊടി ബന്ധാണല്ലോ അവൾ അറുത്തു മുറിച്ചത്. എന്റെ അമ്മയുടെ അരുമയായി ഇപ്പോഴും ഞാൻ ഉറങ്ങുന്ന ബെഡിൽ അവൾ കിടക്കോ? ഇനി ഞാനത് അനുവദിക്കില്ല. എന്റെ ഈ കൈകൾ കൊണ്ട് അവളുടെ കഴുത്ത് ഞെരിച്ച് പ്രീതി അപ്പോഴെന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നാ മതി അർജുനേട്ടൻ. പ്രീതി, നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ എടുത്തവളും ഞാനും ഒരുമിച്ച് ഈ ഭൂമിക്ക് മീതെ വേണ്ട.
ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. ഒരമ്മയുടെ ശബ്ദമായത്. അമ്മേ, അമ്മേ, ഭക്ഷണം എവിടെ? ദാ വരുന്നു മോളെ. അമ്മേ, സമയം തീരെയില്ലമ്മേ. ഇന്ന് നേരത്തെ ചെല്ലേണ്ടതാ. ആഹാരം കഴിച്ചിട്ടുള്ള പഠിത്തമൊക്കെ മതി. ആ അമ്മേ, ഞാൻ ചോദിച്ച കാശിന്റെ കാര്യം എന്തായി? 10,000 രൂപയല്ലേ? 10,000 രൂപയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അമ്മ ഇപ്പൊ എന്തിനാ എടുത്തു ചോദിക്കുന്നേ? കാര്യമുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ചെലവൊന്നും വരില്ലെന്നാ കോളേജിലെ കബഡി ടീമിൽ ചേരുമ്പോ സാറന്മാര് പറഞ്ഞിരുന്നത്. ഇപ്പൊ നീ 10,000 രൂപ വേണോന്ന് പറഞ്ഞ അതെന്തിനാന്നും കൂടി അറിയണ്ടേ ഞങ്ങള്? അല്ല, ആരായി ഞങ്ങള്? നിന്റെ കാര്യത്തിൽ ചോദിക്കാനും പറയാനും അവകാശമുള്ളവരാരോ അവര്. എന്നാ അമ്മ അവരോട് പറഞ്ഞേക്ക്, കബഡി ടീമിന്റെ ഡിസ്ട്രിക്ട് ടീമിൽ നിന്ന് സ്റ്റേറ്റ് ലെവലിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള ക്യാമ്പാ നടക്കുന്നതെന്ന്. കോളേജിന്റെ ഇട്ടാവട്ടത്തുള്ള മൈതാനത്ത് കളിക്കുന്ന പോലെ അല്ല. സംസ്ഥാന തലത്തിൽ കളിക്കുമ്പോ ഇത്തിരി പണച്ചെലവൊക്കെ വരും. ടീമിനൊരു സ്പോൺസറെ കിട്ടുന്നത് വരെ ജേഴ്സിക്കും യാത്രയ്ക്കും ഭക്ഷണത്തിനുമുള്ള കാശ് നമ്മൾ തന്നെ മുടക്കണം. സ്പോൺസർ ആയിക്കഴിഞ്ഞാ ആ കാശ് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇതും പറഞ്ഞ് നീ വാങ്ങിച്ചോണ്ട് പോയ കാശൊന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഓ, വല്ലപ്പോഴും ഒരു 2,000-3,000 ഒക്കെ അല്ലേ? ആ ചില്ലിക്കാശിന് പോലും കണക്ക് വെച്ചിരിക്കുക. എന്റെ ഫ്രണ്ട്സിനൊക്കെ മാസാമാസം അച്ഛനമ്മമാര് കൊടുക്കുന്ന പോക്കറ്റ് മണി തന്നെ 15,000-20,000 ഒക്കെയാ. അതിലൊന്നും ഒരു ചോദ്യം പറച്ചിലും ഇല്ല. ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ അസൂയ തോന്നുക. അതൊക്കെ ആവശ്യത്തിൽ കൂടുതൽ കാശുള്ളവരും ദൂർത്തടിക്കുന്നവരും. ഇവിടെ അതിന് മാത്രം കാശില്ല. ഇപ്പൊ എനിക്ക് കാശ് തരുന്നുണ്ടോ ഇല്ലയോ? തരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒന്ന് ആലോചിച്ചിട്ട് തരാം. ആരുമായിട്ട് അമ്മയ്ക്ക് ഇപ്പൊ ആലോചിക്കാനുള്ളത്? ക്യാമ്പ് നടക്കുന്നത് നിന്റെ കോളേജിൽ വെച്ച് തന്നെയാന്നല്ലേ പറയുന്നത്? അതുകൊണ്ടേ യാത്രയ്ക്കൊന്നും പണം ചെലവാവില്ല. ഭക്ഷണം കോളേജിലെ ക്യാൻറ്റീനിൽ നിന്ന് തരൂന്നാ പറഞ്ഞത്. ആ, പിന്നെ ജേഴ്സി അത് സ്റ്റേറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആലോചിച്ചാൽ മതിയല്ലോ എന്നല്ലേ പറഞ്ഞത്? ഓഹോ, അപ്പോ വിശദമായ കൂടിയാലോചന തന്നെ നടന്നു. ആരാണാവോ ഈ കണ്ടെത്തലുകൾക്കൊക്കെ പിന്നില്? നിന്നെ സംബന്ധിച്ചൊരു കാര്യമാവുമ്പോ അത് ഞങ്ങൾക്ക് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം. അത് കഴിഞ്ഞ് റിപ്പോർട്ട് എവിടെയാണെന്ന് വെച്ചാ സമർപ്പിച്ചോ. എനിക്കിനി ആ കാശ് വേണ്ട. എടി, രാജീവ് സാറിനോടും ചോദിച്ചിട്ട് കാശ് തരാം. ആരോട് ചോദിച്ചിട്ട്? രാജീവ് സാറിനോട്. എന്താ, നീ ആ പേര് കേട്ടിട്ടില്ലേ? ഓ, അപ്പോ ഇതും അയാളുടെ കളിയാണല്ലേ? എടി, ഞാനുമായൊരു സൗന്ദര്യ പിണക്കം ഉണ്ടെന്നേ ഉള്ളൂ. നിനക്ക് ദോഷം വരുന്നതൊന്നും സാറ് ചെയ്യില്ല. കൂടെ പിറന്ന അനിയത്തി പോലെയാ നിന്നെ സാർ കാണുന്നേ. കൂടെ പിറന്ന അനിയത്തിയെ പോലെ അല്ലേ? രാജീവ് സാറിനെ സൗകര്യമായിട്ട് ഒറ്റയ്ക്ക് കിട്ടുമ്പോ വല്യച്ചി ഒന്ന് ചോദിച്ചു നോക്കണം, കൂടെ പറഞ്ഞ അനിയത്തിയോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നതെന്ന്. ശ്യാമേ, രാജീവ് സാറിനെ പറ്റി തോന്നിയ ദിവസം പറയുന്നോടി. പോരു തന്നെ. രാജീവ് സാറിനെ പുണ്യാളനാക്കി എല്ലാരും കൂടി തലയിലെടുത്തങ്ങ് വെച്ചോ. പക്ഷെ എനിക്ക് അയാളെ അറപ്പും വെറുപ്പും മാത്രാ. അയാളുടെ ഒരു നോട്ടവും ചിരിയും തട്ടലും മുട്ടലും ഒക്കെ ഞാൻ അതിനൊക്കെ നിന്നു കൊടുക്കാത്തതിന്റെ പകയാ അയാൾ എന്നോട് തീർക്കുന്നേ. ഇനി അയാളുടെ വാക്ക് കേട്ട് തന്നെ ഞാൻ നടക്കണം എന്നാണെങ്കിൽ
ഇളയ മകൾ അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിന്റെ അമ്മയാകുന്നത് കാണാൻ ശാരദാമ്മ തയ്യാറായിക്കോ. മോളെ ശ്യാമേ, മോളെ അത് മാത്രം രാജീവ് സാറിനെ പറ്റി ഞാൻ വിശ്വസിക്കില്ലമ്മേ. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ, ഒരു കാറ്റുപോലെ എൻ കൂടെ വന്നവൾ വഴിമറന്നു പോയോ, ഒരു കഥയായി അവളകലും, അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി പടരും. നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞാലേ രാജീവിനൊപ്പം ജീവിക്കാൻ കഴിയുമെന്ന് ശാരിക അവനോട് തീർത്തു പറഞ്ഞോ? പറഞ്ഞു നീ 100 വട്ടം പറഞ്ഞില്ലേ? അവളെ നമ്മൾ ഈ വീട്ടിൽ കയറ്റിയത് തന്നെ തെറ്റായിപ്പോയി വിജയലക്ഷ്മി. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. അപ്പൊ കൃഷ്ണൻകുട്ടിച്ചേട്ടനല്ലേ പറഞ്ഞത് അവൾ ഇറങ്ങിപ്പോയാ രാജീവും പോവെന്ന്? എനിക്കൊരു തെറ്റുപറ്റി, ഇനി അത് തിരുത്തണം. അവൾ ഇനി ഈ വീട്ടിൽ കയറില്ല എന്ന് മാത്രമല്ല, അവളുടേതായിട്ട് ഒരു സ്റ്റിക്കർ പൊട്ട് പോലും ഈ വീട്ടിൽ ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണം. അവളുടെ തന്ത. സുഖമല്ലേ കൃഷ്ണൻകുട്ടി? അത് പറയാനുണ്ടോ ഗോപാലകൃഷ്ണ? സുഖം എന്ന് പറഞ്ഞാ നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അത്ര സുഖം. അതുകൊണ്ട് ഇറങ്ങി ഓടിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. ഇവിടെ മുറിപിടിക്കുന്ന കാര്യമൊക്കെ ആലോചിച്ചെങ്കിലും പിന്നീട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അന്നാണല്ലോ ശാരദയെ വിഷം തീണ്ടിയത്. ഓ, നിങ്ങളവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നല്ലേ? അത് വേണ്ടതല്ലേ വിജയലക്ഷ്മി? ആ, വേണ്ടത് തന്നെയാ. നാട്ടുകാർക്ക് പറയാൻ എന്തെങ്കിലും ഇട്ടു കൊടുക്കണമല്ലോ. നാട്ടുകാർ പറയുന്നൊന്നും ഞാനിപ്പോ കാര്യമാക്കാറില്ല വിജയലക്ഷ്മി. ആ ചായ്പിനോട് ചേർന്നുള്ള മുറികളുടെ പണി നാളെ തുടങ്ങാന്ന ആലോചന. ഓ, അതൊന്നും വേണ്ടി വരില്ല ഗോപാലകൃഷ്ണ. അതെന്താ? നമ്മളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ. കല്ലും സിമന്റും മണലും ഒക്കെ നാളെ ഇങ്ങെത്തും. ജോലിക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പണമൊന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവാക്കണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ. പണമല്ലല്ലോ ഗോപാലകൃഷ്ണ പ്രധാനം. ഈ നാടുമായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ച് തക്കലയിലേക്ക് ചേക്കേറിയവരാ ഞങ്ങള്. അവിടെ തന്നെയാ ഇനിയുള്ള ജീവിതമെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. മുടിയാനായിട്ട് രാജീവിന് ജോലി കിട്ടിയതോ അത് ഇവിടെ ആയിപ്പോയി. നല്ല നാട്. ഇനി ഇവിടെ നിൽക്കേണ്ടെന്നാ ഞങ്ങളുടെ തീരുമാനം. ഞാനും വിജയും തക്കലയിലേക്ക് തന്നെ തിരിച്ചു പോവാ. അല്ല, അപ്പോ രാജീവിന്റെ ജോലി? അവൻ അവിടേക്ക് ഒരു ട്രാൻസ്ഫറിന് ശ്രമിച്ചോണ്ടിരിക്കുക. ട്രാൻസ്ഫർ കിട്ടാൻ കുറച്ച് താമസിച്ചു വന്നിരിക്കും. അതുവരെ അവനിവിടെ ഉണ്ടാവും. അല്ല, ട്രാൻസ്ഫർ വാങ്ങിപ്പോവാൻ മാത്രം എന്തുണ്ടായി? ഞങ്ങൾക്ക് ഇവിടെ മടുത്തു, അത്ര തന്നെ. ഇനി ട്രാൻസ്ഫർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ രാജിവെക്കും. തമിഴ്നാട്ടിലുണ്ട് കോളേജൊക്കെ. അവനെ തമിഴ് നന്നായിട്ട് അറിയുകയും ചെയ്യാം.
രാജിവെക്കുന്നതിനെ പറ്റി ഒന്നും ഇപ്പൊ ആലോചിക്കണ്ട കൃഷ്ണോട് ചേട്ടാ. അവന്റെ ഭാര്യയുടെ ജോലി എവിടാന്ന് നോക്കിയിട്ട് അക്കാര്യം ആലോചിച്ചാൽ മതിയല്ലോ. ശാരികയുടെ കാര്യമാണോ? അവക്കത് എവിടെയും ചെയ്യാവുന്ന ജോലിയാണല്ലോ. അവക്ക് വേണ്ടി കൊണ്ടുവന്ന ഫ്രൂട്ട്സാ. എന്തു പറ്റി? ഓ, ഇവിടെ മഷിയിട്ട് നോക്കുന്ന വിദ്യയൊന്നും വശമില്ല എന്റെ ഗോപാലകൃഷ്ണ. ഈ ഫ്രൂട്ട്സ് ഇവിടെ വാങ്ങിച്ചു വെച്ചാലേ ശാരികയെ കണ്ടുപിടിക്കാൻ പോവേണ്ടി വരും. ശാരിക എവിടെ പോയി? എവിടെ പോയിന്ന് ചോദിച്ചാ അത് ഞങ്ങൾക്കും അറിയില്ല ഗോപാലകൃഷ്ണ. അവള് തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. എങ്ങോട്ടാ ഏതാന്നൊന്നും ചോദിച്ചാ മറുപടിയില്ല. അവളുടെ തോന്നിവാസം. എന്താ വിജയലക്ഷ്മി പറയുന്നതൊക്കെ? നമുക്കൊക്കെ എന്താ ഗോപാലകൃഷ്ണ റോള്? സ്വന്തം മക്കളുടെയോ മരുമക്കളുടെയോ കല്യാണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കൂട്ടരുമായിട്ട് നടത്താൻ പറ്റുമോ? പിച്ച വെച്ച് നടക്കുന്ന പ്രായത്തിൽ തുടങ്ങിയല്ലേ പ്രേമം. മീശ മുളയ്ക്കുന്ന പ്രായമെത്തിയാൽ അവരോരോ എരണം കെട്ടവളുമാരുടെ കൈയും പിടിച്ചോണ്ട് കേറി വരിക. നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ അവന്റെ ജീവിതം തൊലഞ്ഞു. നമ്മളൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കുക. അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? ചെയ്യാൻ പറ്റാഴികയൊന്നുമില്ല കൃഷ്ണകുടി ചേട്ടാ. ഈ തറവാടിന്റെ ഒരു പാരമ്പര്യമുണ്ട്. അവനൊരു ഇഷ്ടം പറഞ്ഞപ്പോ വെറുപ്പിക്കണ്ടെന്ന് കരുതി കൂടെ നിന്നേ ഉള്ളൂ. വയ്യാവേലിയാകുമ്പോഴേ അതെടുത്ത് കളയാനും വിജയലക്ഷ്മിക്ക് അറിയാം. രാജീവൻ അവന്റെ ഭാര്യയുടെ ജോലി സ്ഥലത്തിനടുത്ത് ജോലി നോക്കുമെന്ന് പറഞ്ഞില്ലേ ഞങ്ങള്? ഭാര്യയെന്ന് പറയുന്നതേ ചായ ഗ്ലാസ് കഴുകുന്ന നിങ്ങളുടെ മകള് ശാരികയല്ല. അവനൊപ്പമോ അതിനപ്പുറമോ പഠിപ്പും ജോലിയും യോഗ്യതയൊക്കെയുള്ള ആള്. കോളേജ് ലെക്ചറോ ഡോക്ടറോ എഞ്ചിനീയറോ. വിജയലക്ഷ്മി, ഒരു കോളേജ് ലെക്ചറെ 4 അക്ഷരം പഠിക്കാത്തവൾക്ക് കിട്ടിയപ്പോ ഓണം പെമ്പർ അടിച്ചതായിട്ട് കണക്കാക്കണമായിരുന്നു ഗോപാലകൃഷ്ണ. അതിനു പകരം അവളുടെ ഒരു തോന്നിവാസം. അതെങ്ങനാ? മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കോ? ക്ഷമിച്ചും സഹിച്ചും മടുത്തു. അവളുടെ പടുതിക്ക് ഞങ്ങൾ നിൽക്കാൻ അവളാരാ? പേഷ്കാരുടെ മോളോ? ഒരു പണയുടെ പൊന്നില്ലാതെയാ അവളിവിടെ കേറി വന്നതെന്ന് ഓർക്കണം. സ്വർണം തരാമെന്ന് പറഞ്ഞ് കുറച്ച് മുക്കുവണ്ടം തന്നങ്ങ് പറ്റിക്കുകയും ചെയ്തു. നാണം കെട്ട കൂട്ടര്. ഇനി ഇത് തുടരുന്നതിൽ ഒരർത്ഥവുമില്ല. ഞങ്ങളുടെ ചെറുക്കന് വേറെ പെണ്ണിനെ നോക്കിക്കോളാം. വിജയലക്ഷ്മി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർപ്പാക്കാം. തീർപ്പൊക്കെ ആയി കഴിഞ്ഞു ഗോപാലകൃഷ്ണ. ചൊല്ലും വിളിയില്ലാതെ തോന്നിയാസം പോലെ കയറി വരികയും തോന്നുമ്പോ ഇറങ്ങി പോവുകയും ചെയ്യുന്ന ഒരു പെണ്ണിനെ ഇവിടെ വേണ്ട. ഈ ബന്ധം വിടർത്തി കഴിഞ്ഞാൽ അവൾക്ക് എവിടെ വേണമെങ്കിലും പോവുകയോ വരികയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെ നടക്കുന്ന ഒരു പെണ്ണിനെ നാളെ വയറ്റിലുണ്ടായാൽ അതിന്റെ തന്ത ആരാന്ന് പറയും? കൃഷ്ണൻകുട്ടി, കാണ ഗോപാലകൃഷ്ണ, അങ്ങനെ സംഭവിച്ചാലും രാജീവിന്റെ മേലെ ആരും വിരല് ചൂണ്ടില്ല. അവൻ ഫ്രഷാ. ഗോപാലകൃഷ്ണന് മനസ്സിലായില്ലല്ലേ? നിങ്ങളുടെ മകളും എന്റെ രാജീവും ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ഒന്നിച്ച് കഴിഞ്ഞിട്ടില്ലാന്ന്. അതിനുള്ള ചുണ പോലും ഇല്ലാത്തവളെ എന്തിനാ ഗോപാലകൃഷ്ണ രാജീവിനെ ഭാര്യയായിട്ട്? എനിക്കിതൊന്നും ശീലമില്ല. ശീലം ഉണ്ടാക്കി തരാടോ. താനെന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയൂല്ലേ? അയ്യോ, എങ്ങനെയാ കൃഷ്ണകുടി ചേട്ടാ? എന്റെ ഹൃദയത്തിന് അസുഖമല്ലേ? എന്താണോ താന്റെ മോളെ കുറിച്ച് പറഞ്ഞത്? അനാവശ്യം പറയുന്ന ആണോട് അബദ്ധം? രാജീവേ, അയ്യോ ഒന്ന് വീണ്. അയ്യോ രാജീവേ, 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 രാജീവേ. എന്താ എന്താ ഇവിടെ? എന്താണോ വീട്ടിൽ കയറി വന്ന് കാണിക്കുന്ന തോന്നിയാസം കണ്ടില്ലടാ നീ? ഇയാളെന്റെ ശാരിയെ കുറിച്ച് അനാവശ്യം. എടാ രാജീവേ, ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തരണമെങ്കിൽ നീ നേരെ അങ്ങ് പറഞ്ഞാ മതിയായിരുന്നു. ഇങ്ങനത്തെ കയ്യാങ്കളിയൊന്നും വേണ്ട. പ്രായോ അസുഖമൊക്കെ ഉള്ളവരാ ഞങ്ങള്. എന്റെ അമ്മേ, ഞാൻ എന്തിതാ നിങ്ങളീ പറയുന്നേ? നീ ഇന്നലെ രാത്രിയും കൂടെ പറഞ്ഞു നീ ശാരികയെ ഒന്നിച്ച് ജീവിക്കുന്നതിന് തടസ്സം ഞാനും കൃഷ്ണൻകുട്ടി ചേട്ടനുമാണെന്ന്.
അത് ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. നേരം പുലർന്നപ്പോ ദേ ഇയാള് കേറി വന്നിരിക്കുന്നു. ദേ ഇങ്ങോട്ടൊരു ഗോപാലേട്ടാന്ന് ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഇയാള് കൃഷ്ണൻകുട്ടി ചേട്ടന്റെ കഴുത്തിന് കയറി ഒരു കുത്തിപ്പിടുത്തം. നീ എന്റെ മകളെ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേടാന്ന് പറഞ്ഞു. നിനക്ക് ഞങ്ങളെ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞാ മതി, ഞങ്ങൾ അങ്ങ് ഒഴിഞ്ഞു വന്നേക്കാം. നീ നിന്റെ ഭാര്യയും കൂടി സുഖമായിട്ട് അങ്ങ് ജീവിച്ചോ. അല്ലെങ്കിലും ഞങ്ങൾക്ക് ഇനി അധികം ആയുസൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. റോഡിൽ കിടന്ന് ചത്താലും ഒരു പട്ടി പോലും ചോദിക്കാൻ വരത്തില്ല. മോനെ, ഇവര് പറയുന്ന ഒന്നും